ആദിവാസികളുടെ ഭൂമി വിതരണം വ്യാജ റിപ്പോർട്ടുകൾ ഉണ്ടാക്കി തടസ്സപ്പെടുത്തുന്നുവെന്ന ആരോപണവുമായി പട്ടികവർഗ ഏകോപന സമിതി രംഗത്ത്. ചിന്നക്കനാലിലെ ഭൂമി വിതരണം വനംവകുപ്പും റവന്യൂ വകുപ്പും ഒത്തുകളിക്കുകയാണെന്നും പട്ടികവർഗ ഏകോപന സമിതി നേതാക്കൾ രാജാക്കാടിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ചിന്നക്കനാലിൽ ആദിവാസി പുനരധിവാസ പദ്ധതി പ്രകാരം വിതരണം നടത്തേണ്ട ഭൂമി വ്യാജ റിപ്പോർട്ടുകൾ ഉണ്ടാക്കി റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ തടസ്സപ്പെടുത്തുന്നുവെന്ന് പട്ടികവർഗ ഏകോപന സമിതി നേതാക്കൾ ആരോപിച്ചു. ആദിവാസി പുനരധിവാസ പദ്ധതി പ്രകാരം 2002 ചിന്നക്കനാലിൽ 1490 ഏക്കർ റവന്യൂ ഭൂമിയാണ് സർക്കാർ അനുവദിച്ചത്. ഇതിൽ 668 ഏക്കർ ഭൂമി വിതരണം നടത്തി. ബാക്കിയുള്ള 882 ഏക്കർ ഭൂമി വിതരണം നടത്തണമെന്ന് ആവശ്യപ്പെടുമ്പോൾ വ്യാജ റിപ്പോർട്ടുകൾ ഉണ്ടാക്കി വിതരണം തടസ്സപ്പെടുത്തുന്ന രീതിയാണ് നാളിതുവരെ റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതെന്ന് പട്ടികവർഗ സമിതി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കഴിഞ്ഞ 8-ാം തീയതി വിശാലമായി കമ്മിറ്റി കൂടുകയും ഈ ആദിവാസികൾക്ക് അനുവദിച്ച് വിതരണം നടത്തേണ്ട 822 ഏക്കർ ഭൂമി 60 ദിവസത്തിനുള്ളിൽ ഈ ഭൂമി വിതരണം ചെയ്ത് നടപടികൾ പൂർത്തിയാക്കാം എന്ന് ഉറപ്പ് നൽകുകയുണ്ടായി. ഇതിനെ ലംഘിച്ചാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഈ ഭൂമി ആദിവാസി വിതരണം നടത്താനുള്ള ഭൂമിയിൽ ടെന്റുകൾ സ്ഥാപിച്ചും അതിർത്തി നിർണ്ണയിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 2003 പട്ടയം നൽകിയ 158 പേർക്ക് നാളിതുവരെ ഭൂമി നൽകിയതുമില്ല. വനംവകുപ്പിന്റെയും റവന്യൂ വകുപ്പിന്റെയും സംയുക്ത സർവേ നടപടികൾ പൂർത്തിയാക്കി ആദിവാസി ഭൂവിഷയത്തിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ രേഖാമൂലം ഉറപ്പു നൽകിയിട്ടുമുണ്ട്. ഈ ഉറപ്പ് നിലനിൽക്കുമ്പോഴാണ് ആദിവാസികൾക്ക് നൽകേണ്ട ഭൂമിയിൽ ട്രഞ്ച് നിർമ്മിക്കുന്നതും അതിർത്തി തിരിക്കുന്ന നടപടിയുമായി വനംവകുപ്പ് മുന്നോട്ടു പോകുന്നതും. വനംവകുപ്പിന്റെ ഈ നടപടികൾ നിർത്തിവെക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരും വനം വകുപ്പും തമ്മിലുള്ള ഒത്തുകളിയാണ് നടക്കുന്നതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. ചിന്നക്കനാലിൽ റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ളതും ആദിവാസികൾക്ക് അനുവദിച്ചതുമായ ഭൂമിയിൽ ചിന്നക്കനാൽ 301 കോളനിയിലെ ആദിവാസികളെ കുടിയൊഴിപ്പിച്ച് ആനകളെ സംരക്ഷിക്കുവാൻ ആനത്താവളം നിർമ്മിക്കുവാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും ആനകളെ അവിടെ നിന്ന് ഏതെങ്കിലും വനത്തിലേക്ക് മാറ്റുന്നതിനും ആദിവാസികളുടെ ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന കയ്യേറ്റക്കാർക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നും പട്ടികവർഗ ഏകോപന സമിതി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പട്ടികവർഗ ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ അയ്യപ്പൻ, സംസ്ഥാന സെക്രട്ടറി സാറാമ ജോസഫ്, ജില്ലാ പ്രസിഡന്റ് വിൽസൺ സാമുവൽ, ഓമന മേഴ്സി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.